ഹലോ! അപ്പോഴേ ബാക്കി മൂന്നാർ യാത്രാ വിശേഷങ്ങൾ കണ്ടാലോ? ഇപ്പം നമ്മൾ പോകുന്നത് ഇരവിപുരം നാഷണൽ പാർക്കിലേക്കാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഇതിന് മുന്നേ ഒരു വട്ടം മൂന്നാർ വന്നിട്ടുണ്ടെങ്കിലും ഇവിടൊന്നും പോയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ വന്ന സ്റ്റുഡൻസ് കുറേ ഉണ്ടായിരുന്നു. നമ്മുടെ പാസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ നടക്കാനായിട്ട് തുടങ്ങി. നടന്ന് കുറേ ചെന്ന് ക്യൂ ഒക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് അവിടുന്ന് ഒരു ബസ് സർവീസ് ഉണ്ട്. അറൗണ്ട് ഒരു 15 മിനിറ്റ്സോളം ഉള്ള ഒരു യാത്ര കേട്ടോ. അങ്ങനെ നമ്മുടെ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ബസ് എത്തി മുകളിലുള്ള കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. വരയാടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടത്. അങ്ങനെ നമ്മുടെ ബസ്സിലോട്ട് കയറുകയാണ്. ഈ ബസ്സിൽ കയറിയിട്ടുള്ള യാത്ര ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ. ശരിക്കും ഈ ടീ പ്ലാന്റേഷനൊക്കെ ഇങ്ങനെ ചെയ്തിട്ടേക്കുന്നതും കയറുന്നതിനനുസരിച്ചിട്ടുള്ള ആ ഒരു മലനിരകളൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. അത് നമ്മൾ കുറേ ആസ്വദിച്ചു കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വാട്ടർഫോൾസും അങ്ങനെ അതെല്ലാം കണ്ട് നമ്മൾ മുകളിലെത്തിയതിനു ശേഷമാണ് നമ്മുടെ ടാസ്ക് വന്നത്. നടന്നു കയറണം. എല്ലാവർക്കും നടക്കാൻ നല്ല മടിയായിരുന്നു. തനി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തനിയെടുത്ത് ഒരു കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ തള്ളി ഓടിച്ച് വിടുകയാണ് കേട്ടോ. അങ്ങനെ കുറേ നമ്മൾ നടന്ന് പകുതി എത്തിയപ്പോഴത്തേക്ക് മഴ പെയ്തു കേട്ടോ. പിള്ളേരൊക്കെ ആയിട്ട് വന്നുകൊണ്ട് തന്നെ മഴ പെയ്തതൊരു ടാസ്ക് ആയിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ഹട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കയറിയിരുന്നു. പിന്നെ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു സ്പ്രിംഗ് വാട്ടർ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ ഇങ്ങനെ കല്ലൊക്കെ വെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുകളിലോട്ട് കയറിയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു പ്രത്യേകിച്ച് അവിടെ ഒന്നും കാണാനില്ല. അവിടെ ഒരു ചെറിയ വ്യൂ പോയിൻ്റ് ആണുള്ളത്. പിന്നെ വരാടുകളൊന്നും കാണാത്തതുകൊണ്ടും മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല കോടയായിരുന്നു തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക്. ഈ പറഞ്ഞ പോലെ ക്ലൈമറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും പിന്നെ മലനിരകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും നടക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വരാം, എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. താഴെ എത്തിയിട്ട് നമ്മൾ ചെറിയ ടീയും കോഫിയും അങ്ങനെ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് ആ ബസ് കയറി നമ്മൾ തിരിച്ച് താഴോട്ട് ഇറങ്ങുകയാണ്. അടുത്ത് നമ്മൾ പോകുന്നത് ഒരു പാർക്കിലോട്ടാണ് കേട്ടോ. അവിടെ പാർക്കും ഗാർഡനും എല്ലാം കൂടെ ഉള്ളൊരു രീതിയാണ്. നല്ല ഭംഗിയുള്ളൊരു പാർക്കായിരുന്നു. ശരിക്കും നമ്മളവിടെ പോയത് സിപ്പ് ലൈൻ ചെയ്യാനാണ്. ഏറ്റവും ആഗ്രഹിച്ച് പോയത് ഞാനാണെങ്കിലും ഏറ്റവും പേടിച്ച് ചെയ്തത് ഞാൻ കേട്ടോ. അല്ലറെ കൂവി വിളിച്ചിട്ടാണ് ഇത് ചെയ്തത്. ഇതിന് മുന്നേ ഒരു വട്ടം ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് വല്ലാത്ത പേടിയായിരുന്നു. അടുത്ത വട്ടെങ്കിലും ധൈര്യമായിട്ടൊന്ന് ചെയ്യണം. പിന്നെ ഇവിടെ പാർക്കൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പിള്ളേർ അവരുടെ രീതിയിൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. മറ്റേൻ്റെ ക്ഷീണം തീർക്കാനായിട്ടൊരു ഫിസ്പാ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ അതും എനിക്ക് പേടിയായി. പിന്നെ അവിടെ ഒരു ചെറിയൊരു ബോഡി മസാജ്, ഒരു തട്ടിക്കൂട്ട് ബോഡി മസാജൊക്കെ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിച്ചിട്ട് ഒത്തിരി ലേറ്റായിട്ട് തന്നെ നമ്മൾ ദൂരോട്ടൊന്നും പോയില്ല. അവിടെയുള്ള ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് പോയത്. പോയില്ലെങ്കിൽ മിസ് ചെയ്തേനെ കേട്ടോ. ഈ ഡിസംബർ മാസവും ഈ ചെടികളും തണുപ്പും ലൈറ്റും പാട്ടും ഒക്കെ ഒരു പ്രത്യേക വൈബാണ്. അങ്ങനെ അവിടെ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വന്ന ടൈമിൽ തന്നെ ആയിരുന്നു വാട്ടർ ഫൗണ്ടെയിൻസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ കുറേ നേരം അതൊക്കെ എൻജോയ് ചെയ്തു. അവിടെയും പാർക്കൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പിള്ളേർ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഒത്തിരി ലേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഒത്തിരി നേരം അവിടെ നിൽക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ അടിപൊളി ഒരു യാത്രയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ഒരു ചെറിയ യാത്ര ഇവിടെ എൻജോയ് ചെയ്യുകയാണ്. നല്ല കുറേ ബ്യൂട്ടിഫുൾ മെമ്മറീസും ഹാപ്പിനെസ് ഒക്കെ തന്ന ഒരു യാത്രയാണ്. ഇവിടെ നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. നമ്മൾ രാവിലെയാണ് 4:30 വീട്ടിലെത്തിയപ്പോഴത്തേക്ക് മോർണിംഗ്. അങ്ങനെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, എല്ലാം പറഞ്ഞ പോലെ